മിക്സറൊക്കെ തറ കിടപ്പുണ്ട് കേട്ടോ. എന്താണ് സംഭവം എന്നറിയാൻ. അപ്പൊ രാവിലെ തന്നെ കരുനാപ്പള്ളിയിലോട്ടാണ് ഒരു ഇനാഗുറേഷൻ ഫംഗ്ഷൻ ഉണ്ട്. നമ്മളെ ബോബി ചെമ്മണ്ണൂരും മിയ ജോർജുമാണ് ഉദ്ഘാടനം. അപ്പൊ വെറുതെ കമ്പനിക്ക് വേണ്ടി മൊബാറൊക്കെ വിളിച്ചിട്ടുണ്ട്. അനങ്ങി വാടേ, നമുക്കിപ്പോ 10 മണിക്കാണ് ഫംഗ്ഷൻ പറഞ്ഞേക്കുന്നത്. അടുത്തൊരു 10 മണിക്ക് എത്താൻ പറഞ്ഞു. 9:10 ഡ്രൈവർ ചേഞ്ച് 4 മിനിറ്റ് കൂടി. നമ്മുടെ ഇന്നത്തെ പരിപാടിയിലെ നമ്മൾ സ്പോട്ടിലെത്തി. പക്ഷെ ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല പോലീസുകാരന്മാര്. ആരെയും അടുപ്പിക്കാനില്ല, എല്ലായിടത്തിനും ഓട്ടിക്കുക. നിറച്ച് പോലീസാണ്. ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം മാറ്റിപ്പിക്കാനാണ് താൻ നിൽക്കുന്നത്. നേരത്തെ ഇതാണ് സ്ഥലം. അങ്ങോട്ട് കട. അപ്പൊ നമ്മൾ സ്പോട്ടിലെത്തി. രാവിലെ ലൈറ്റ് ആയിട്ടേ കഴിച്ചുള്ളൂ. അപ്പൊ പോയി ജസ്റ്റ് എന്തെങ്കിലും ഒന്ന്. അവിടെ നിനക്ക് എന്തോടാ, ലൈറ്റ് ആയിട്ട് വേണോ ഹെവി ആയിട്ട് വേണോ? അത്യാവശ്യം കടകള് കുറവാണ് അവിടെ. ബാക്കിലുണ്ട്. ജസ്റ്റ് പോയി എന്തെങ്കിലും കുടിക്കാൻ എനിക്കൊന്നും വേണ്ട, കടിക്കാൻ എന്തെങ്കിലും. ഇങ്ങോട്ടാ സമൂസ ഉണ്ട്. 2 പപ്സ് എടുത്തോളി. ആൺമക്കളല്ലേ ഇപ്പൊ കൊണ്ടുവന്ന പാക്കറ്റ് പൊട്ടിച്ചിങ് എടുത്തോണ്ട് വന്നു. ആള് കൂടെ തുടങ്ങി. നമ്മളോടൊപ്പം എത്തിയ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പരിപാടി തുടങ്ങി. മിയ ഉണ്ട്, നമ്മുടെ ബോച്ചയുണ്ട്, ആരൊക്കെയുണ്ട്. ഒരു സ്റ്റെപ്പ് വെച്ച് ഒരു തമാശ പറഞ്ഞതിന്റെ കേസ് ഇതുവരെ തീർന്നിട്ടില്ല. ക്യാൻസർ പേഷ്യന്റ് ആണ്. വരുമാനമല്ലേ? കാരണം ഇത്രത്തോളം ഒരു പുണ്യ പ്രവൃത്തിയാണ് ബോബി ചെമ്മണ്ണൂർ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് കൊടുത്ത പൈസ. ഒരു 3-4 പേർക്കും കൂടെ വരാം. അല്ലൊരു ചേട്ടന് ഭയങ്കര മണായിരുന്നു. നമ്മുടെ വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. അടിപൊളി പരിപാടിയായിരുന്നു. ബോച്ച ഒരു രക്ഷയില്ല. ബോച്ചയുടെ ഫാനായിരുന്നു കേട്ടോ. നേരിട്ട് ബാക്കി നമ്മള് വണ്ടി കയറിട്ട് അളന്നു ഉപ്പാടെ ഒന്നു ഭയങ്കര ജനം വരുന്നുണ്ടോ. ഇടയിൽ കിടന്ന് തേനഞ്ഞി ബോച്ചയുടെ കേസ് പറയാതിരിക്കാൻ വയ്യട്ട. കാര്യം 1 ലക്ഷം രൂപ ഫുൾ സ്പോട്ടിൽ വെച്ച് തന്നെ റാണ്ട പറ്റും. അവിടെ നിന്ന് വെച്ചാൽ നേരത്തെ സെറ്റ് നിർത്തിയൊന്നുമില്ല. അവിടെ വെച്ച് തന്നെ പൈസക്ക് ആവശ്യമുള്ള പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സ്റ്റൈലോട്ട് വരാൻ പറഞ്ഞിട്ട് എനിക്കും കിട്ടിയ എന്റെ ഫ്രണ്ടിലാണ് പൈസ വീഴുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ചൊരു പൈസക്ക് ആവശ്യമുള്ള ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ കുറച്ച് ഓരോട് വരെ കയറി. അപ്പൊ ബോഡി ഗാർഡ് അതിന് കുറച്ചൊരു മാത്രം സ്റ്റേജ് കെട്ടി വിട്ടു. എന്നിട്ട് അവർക്ക് ലൈവ് ആയിട്ട് തന്നെ പുള്ളിനെ കുറച്ച് പൈസ പിള്ളേർ കുറച്ച് കൊച്ചു പിള്ളേർ ഫ്രണ്ട് ചെയ്യുന്നത് അവർക്ക് കൊടുത്തിട്ട് നിങ്ങളെ ഫുട്ബോൾ കളിച്ചു. മെസ്സി റൊണാൾഡോയൊക്കെ നമ്മുടെ നാട്ടിൽ വേണ്ടെന്ന് പറഞ്ഞൊക്കെ ലൈവായിട്ട് പുള്ളി അവിടെ വെച്ച് തന്നെ അങ്ങനെ കൊടുത്ത് കുറെ പൈസ. പിന്നെ തള്ളു കൂടിയപ്പോഴത്തേക്ക് കുറെ പൈസ തറയിന് പോയി നിന്നെ പോകുന്നത്. എന്റെ കുറച്ച് വീഴുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. വേറെ ഒരാളെടുത്തോണ്ട് പോയി. അതാണ്. അതുപോലെ പുള്ളി സംസാരമൊക്കെ അത്യാവശ്യം നല്ല കൺട്രോൾ ചെയ്യുന്നുണ്ട് സംസാരം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പുള്ളി തന്നെ പറഞ്ഞപ്പം കേസൊക്കെ എന്തല്ലേ ഡാൻസ് എന്തോ കേസ് ആയതുകൊണ്ട് പുള്ളി ഭയങ്കര കൺട്രോളാണ് സംസാരിച്ചത്. ഒരുപാടൊന്നും സംസാരിച്ചില്ല, വളരെ കുറച്ച് സംസാരിച്ചോളൂ. നമ്മൾ രാവിലെ പപ്സ് കഴിക്കാൻ കയറിയപ്പോൾ നമുക്കൊരു മോശപ്പെട്ട അനുഭവം ഉണ്ടായി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 പപ്സ് പറഞ്ഞ് ഇരുന്നപ്പോഴേ അവിടുത്തെ ചേച്ചി പറഞ്ഞു, അവിടുത്തെ ഒരു ചെറുക്കൻ്റെ 10-15 വയസ്സുണ്ട് കേട്ടോ. കൊച്ചു ചെറുക്കനൊന്നുമില്ല, ഒരു 10-15 വയസ്സുള്ള പൈൻ്റെ പറഞ്ഞു. അവിടെ മാമന്മാർക്ക് കസിലിട്ട് പറഞ്ഞത് നിന്റെ അടുത്താണ് മാമന്മാരെന്നുണ്ടാ പറഞ്ഞത്. നിന്റെ അടുത്തല്ലേ പറഞ്ഞത്? തകർന്നു കേട്ടോ. എന്റെ അടുത്തല്ല, നിന്നെയാണ് കണ്ടു ആദ്യം. മാമന്മാരെ നമ്മൾ 2 ഉണ്ടായിരുന്നു അവിടെ. സത്യം തകർന്ന് തരിപ്പിടി. അതാണ് ഞാൻ പിന്നെ അവിടെ ചെന്ന് വീഡിയോ ഒന്നും ഇടാം. നൈസിന് പിന്നെ പപ്സ് പകുതി നിന്ന് അവിടെ പകുതിയെല്ലാം മൊത്തം നിന്ന് വെച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഇറങ്ങി കഴിക്കാൻ കഴിയില്ല. ഇനി വേറെ വിഷയം നമ്മൾ ഹോട്ടൽ നോക്കേണ്ട ഒരു ഹോട്ടലും കാണൂല. ഹോട്ടൽ ഇല്ല എവിടെയൊന്നും. ഏത് സ്ഥലം ഇത് പുത്തൂര്. ഹോട്ടൽ നമ്മൾ നേരത്തെ നോക്കാൻ തുടങ്ങിയിട്ട് 10 കിലോമീറ്റർ കൂടുതലായി. ഇതുവരെ ഒരു ഹോട്ടലും കിട്ടില്ല. അതിന്റെ ശാസ്ത്രീയത എന്താണെന്ന് അറിയാൻ വയ്യൊക്കെ. ഹോട്ടൽ നോക്കി ഒരു ഹോട്ടലും കാണൂല. പെട്രോൾ പമ്പ് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഹോട്ടലായിരിക്കും. ഇവിടുത്തെ റെഡി ആയിരുന്നു അവിടെ. ഒരു ആക്സിഡന്റ് എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യല്ലോ.
മിക്സറൊക്കെ തല കിടപ്പുണ്ട് കേട്ടോ. മിക്സർ എന്തൊക്കെ സംഭവം കിടപ്പുണ്ട്. എന്താണ് സംഭവം എന്നറിയാം. ഇത്രയാണ് വിഷയം. അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര ദൂരം ഇല്ലേ, വിശന്നാണ് കാവരിഞ്ഞു വീഴുക. കൊള്ളാം, അത്യാവശ്യം വൃത്തിയുണ്ട്. ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി കൊണ്ട് മാത്രമല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഒരുപാട് ചോറുണ്ട്. സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. മാത്രമല്ല ബിരിയാണി എല്ലാ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല. സാധാരണ ചില സ്ഥലത്തൊക്കെ നമ്മൾ നല്ല വിശന്നിട്ട് പോയി കഴിഞ്ഞാൽ തിന്ന് കഴിഞ്ഞാലും നല്ല വിശപ്പ് ബാക്കിയായിരിക്കും, ആ ഒരു തൃപ്തി വരില്ല. ഇത് പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ആവശ്യം. അവസാനം വേണ്ടതായി, പിന്നെ നമ്മൾ തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ രണ്ട് പരിപാടി ആയി. അങ്ങനെ മുബാറക്കിന്റെ സാമ്രാജ്യം എത്തി. ഓക്കെടാ, ബൈ ബൈ. പേടിയൊന്നുമില്ലല്ലേ? പോട്ടെ. ഓക്കെ.